നിങ്ങളെ ചോദ്യം ഇതാണ്. നിശ്ചിത വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ 7 മണിക്കൂറിനുള്ളിൽ 91 കിലോമീറ്റർ ദൂരം കവർ ചെയ്യുന്നു. അയാൾക്ക് 156 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം അധികം വേണം? ഈ ചോദ്യത്തിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, സ്പീഡ് എന്ന് പറയുന്ന പാരാമീറ്റർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, നിശ്ചിത വേഗത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിലും സ്പീഡ് എന്ന് പറയുന്ന പാരാമീറ്റർ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നമ്മൾ വേരി ചെയ്യുന്ന സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്ന പാരാമീറ്റർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസും ടൈമുമാണ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പം വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസ്റ്റൻസും ടൈമും മാത്രമാണ്. അപ്പോൾ അവരിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ആദ്യം പറയുന്ന കഥ എന്താ? 91 കിലോമീറ്റർ ദൂരം എത്ര സമയം കൊണ്ട് അയാൾ ഓടിയെത്തി? 7 മണിക്കൂർ കൊണ്ട് ഓടിയെത്തി. അങ്ങനെങ്കിൽ അതേ വേഗതയിൽ 156 കിലോമീറ്റർ ദൂരം ട്രാവൽ ചെയ്യാൻ എത്ര സമയം വേണം എന്ന് ആദ്യം കണ്ടുപിടിച്ചാലോ? ഇവിടെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 156 ഗുണം 7 ഡിവൈഡഡ് ബൈ 91. ഓക്കെയാണോ എൻ്റെ കുട്ടികൾ? ക്യാൻസലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? 7ഉം 91 വെട്ടിക്കളയരുതോ? 7 ഗുണം 13 91. അപ്പം ബാക്കി എന്താ വരിക? 156 ഭാഗം 13. 156 13 കൊണ്ട് ഹരിച്ചാൽ 12 മണിക്കൂർ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് 156 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 12 മണിക്കൂർ സമയം എടുക്കുമെന്നാണ്. കഴിഞ്ഞോ നമ്മുടെ ചോദ്യം? തെറ്റിക്കരുത്. ആ ചോദ്യത്തിൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എത്ര സമയം വേണ്ടി വരുമെന്നല്ല. എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് അവിടെ കിടപ്പുണ്ട്, എത്ര സമയം അധികം വേണമെന്നാണ്. അപ്പോൾ 7 മണിക്കൂർ കൊണ്ട് 91 കിലോമീറ്റർ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ആളാ ഈ പറയുന്ന ദൂരം ട്രാവൽ ചെയ്യാൻ 12 മണിക്കൂർ വേണമെന്നാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. അപ്പോൾ എൻ്റെ കുട്ടികളൊന്ന് പറഞ്ഞേ, എത്ര സമയം അധികം വേണമെന്ന് ചോദിച്ചാൽ എത്ര സമയം അധികം എടുത്തിട്ടുണ്ട്? 5 മണിക്കൂറാണ് അയാൾക്ക് അധികം വേണ്ടി വരുന്നത്. ക്ലിയർ ആയോ? എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ 12 മണിക്കൂർ. എത്ര സമയം എക്സ്ട്രാ വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ ഒരു 5 മണിക്കൂർ അധികം വേണ്ടി വന്നു. ഓക്കെ അല്ലേ? ശരി, താങ്ക്